എന്താ വിശേഷം? അപ്പ അറിഞ്ഞില്ലേ? വളരെ ആസൂത്രിതമായി കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായി UDF-ഉം കോൺഗ്രസും അവരുടെ വിവിധ പോഷക സംഘടനകളും നടത്തിക്കൊണ്ടിരുന്ന പ്രവർത്തനങ്ങളുടെ തുടർച്ചയിലാണ് നമ്മൾ ഇന്ന് ഇത്തരത്തിലൊരു ചർച്ചയ്ക്ക് ഇരിക്കുന്നത് എന്നുള്ളതാണ്. ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി, ഇവനിതിൽ എന്തോ കൈയുണ്ട്. എന്നിട്ട് നമുക്കറിയാം, കഴിഞ്ഞ കുറച്ചധികം നാളുകളായി കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ച് വിശിഷ്യ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടവും ഉൾപ്പെടെയുള്ള ആളുകൾ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന കോൺഗ്രസിനകത്തെ ചേരിയെ സംബന്ധിച്ച് വലിയ അലിഗേഷനുകൾ, പൊതുസമൂഹത്തിനകത്ത് ഒറ്റപ്പെടുന്ന നിലയിലേക്കുള്ള വിവിധങ്ങളായിട്ടുള്ള വാർത്തകൾ, വിവരങ്ങൾ തുടങ്ങിയവ പുറത്തേക്ക് വരികയും അതിൻ്റെ തുടർച്ചയിൽ കേരളത്തിലെ പൊതുസമൂഹത്തിനകത്ത് സ്വീകാര്യത നഷ്ടപ്പെട്ട ഇക്കൂട്ടർ നേരത്തെ അറിയായിരുന്നു മൂപ്പര് ഇങ്ങനെ തന്നെ പറയുള്ളൂ. തിരിച്ച സ്വീകാര്യത ലഭ്യമാക്കുന്നതിന് വേണ്ടി ഏതു നിലയിലും സംഘർഷമുണ്ടാക്കുക, അതിനിടയിൽ കയറി ഷോ ഉണ്ടാക്കുക, ഏതെങ്കിലും നിലക്ക് നഷ്ടപ്പെട്ട പ്രതിച്ഛായ വീണ്ടെടുക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഈ നിലയിലേക്കുള്ള ഒരു ഇരവാദം സൃഷ്ടിക്കുന്നതിനുള്ള ഒരു സാഹചര്യം രൂപപ്പെടുത്തുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള അക്രമ പരമ്പരകളുടെ തുടർച്ചയിലാണ് നമ്മൾ ഇന്ന് ഈ ഒരു ചർച്ചയ്ക്ക് ഇരിക്കുന്നത്. ഈ പാടിന്റെ പുറകിൽ ഒരുപാട് കഥകളുണ്ടല്ലേ ഈശോ മറിയ ഔസേപ്പേട്ട? കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായി വിവിധ ക്യാമ്പസ് യൂണിയൻ തെരഞ്ഞെടുപ്പുകൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് കീഴിലെ പേരാമ്പ്രയിലെ വിവിധ ക്യാമ്പസുകളിൽ ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ആരംഭിച്ച ഘട്ടത്തിൽ തന്നെ ഇവർ ഈ പ്രവർത്തനം തുടങ്ങിയിട്ടുള്ളത് മനോഹര, നിന്നെ ഞാൻ കൊല്ലം കുറെ കാണാൻ തുടങ്ങിയിട്ട്. പേരാമ്പ്രയിൽ തന്നെയുള്ള സിൽവർ കോളേജ് കഴിഞ്ഞ കുറച്ചധികം കാലങ്ങളായി, അതായത് കഴിഞ്ഞ അവിടെ ക്യാമ്പസ് രൂപീകരിക്കപ്പെട്ട ഘട്ടം മുതൽ ഇങ്ങോട്ട് UDSF, വിശിഷ്യ MSF ഉൾപ്പെടെ നയിച്ചുകൊണ്ടിരിക്കുന്ന കോളേജ് യൂണിയൻ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഇതര വിദ്യാർത്ഥി സംഘടനകൾക്ക് പ്രവേശിക്കാൻ ഇടമില്ലാത്ത ലീഗ് മാനേജ്മെന്റ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനം. നിന്നെ സമ്മതിക്കണം, നിന്റെ വായിൽ എങ്ങനെയാടാ ഇത്രയും പെട്ടെന്ന് ഇത്രയും വലിയ നുണകൾ വരുന്നത്? ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിനകത്ത് നോമിനേഷൻ പൂർത്തീകരിക്കപ്പെട്ട ഘട്ടത്തിൽ തന്നെ UDSF-ന്റെ നോമിനേഷനുകളാകെ തള്ളിപ്പോവുകയും UUC ഉൾപ്പെടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സീറ്റുകളിൽ SFI വിജയിക്കുകയും ചെയ്ത ഘട്ടത്തിൽ ആരംഭിച്ചിട്ടുള്ള അക്രമ പ്രവർത്തനമാണ്. ആ ക്യാമ്പസിനകത്തുള്ള ആളുകളെ ആക്രമിക്കുന്നതിന് വേണ്ടി ഏത് വിധേനയും അക്രമം ഒഴിച്ചുവിട്ട് തെരഞ്ഞെടുപ്പ് അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ഇവർ ശ്രമം നടത്തി. ഈ പറഞ്ഞ പോലെ ആ ക്യാമ്പസ് മുസ്ലിം ലീഗ് മാനേജ്മെന്റിന്റെ വിദ്യാഭ്യാസ സ്ഥാപനം അടിച്ച് തകർക്കുന്ന ഒരു നിലയുണ്ടായി. ഈ നിലക്കുള്ള ആക്രമണങ്ങളൊക്കെ ഉണ്ടായിട്ടും ആ തെരഞ്ഞെടുപ്പ് നിർത്തിവെക്കുന്ന നിലയുണ്ടായില്ല. ആ തെരഞ്ഞെടുപ്പിൽ അവർ നേരിട്ടിട്ടുള്ള പിന്നോട്ടുപോക്കിന്റെ തുടർച്ചയിൽ അക്രമം അഴിച്ചുവിടുകയും മനസ്സിലാക്കി കളഞ്ഞല്ല. പിന്നെ ആ ആക്രമണത്തിന്റെ തുടർച്ച എന്നുള്ള നിലക്ക് ഇന്നലെ നമ്മൾ കണ്ടു. ഈ പറഞ്ഞ അങ്ങ് സൂചിപ്പിച്ചു ഒരു ജനപ്രതിനിധി ആക്രമിക്കപ്പെട്ടതിനെ സംബന്ധിച്ച് സമാനമാം വിധം ഒരു ജനപ്രതിനിധിയെ, പേരാമ്പ്ര പഞ്ചായത്ത് പ്രസിഡന്റിനെ പഞ്ചായത്ത് ഓഫീസിനകത്ത് അതിക്രമിച്ചു കയറി. അല്ല, നിന്റെ തമാശ എനിക്ക് ഇഷ്ടായി. ഇതേ ഷാഫി പറമ്പിൽ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഗുണ്ടാ സംഘം, ഇതേ ഷാഫി പറമ്പിൽ MP പോറ്റി വളർത്തുന്ന വിലക്കെടുത്ത് ആ നാടിനകത്ത് കൊണ്ടു നടക്കുന്ന ഗുണ്ടാ സംഘം പഞ്ചായത്ത് ഓഫീസിനകത്ത് അതിക്രമിച്ചു കയറി പഞ്ചായത്ത് പ്രസിഡന്റിനെ അതിക്രൂരമാം വിധം ആക്രമിക്കുന്നതിന്റെ, എല്ലാ ജനാധിപത്യ വിരുദ്ധതയുടെയും അടയാളമാം വിധമുള്ള ആക്രമണം അഴിച്ചുവിടുന്നതിന്റെ അനുഭവം നമ്മൾ കണ്ടു. ആരുടെയെങ്കിലും ഒക്കെ പുറത്ത് കുതിര കയറാൻ തുടങ്ങുന്ന അസുഖം ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് ഈയിടെ വളരെ കൂടുതൽ. ഇന്നലെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടുള്ള സഖാവ് VK പ്രമോദിനെ ഉൾപ്പെടെ ആക്രമിച്ച ഘട്ടത്തിലും ഇവരുടെ ഉദ്ദേശം ഇതാണ് എന്ന് ബോധ്യപ്പെട്ട് ആ പ്രകോപനത്തിന് വഴങ്ങാതെ മറ്റു സംഘർഷം ഉൾപ്പെടെയുള്ളവയിലേക്ക് പോകാതെ തള്ളി ഇവിടം വരെ കൊണ്ടുവന്നില്ലേ, ഇനി തള്ളല്ലേ താങ്ങൂ. ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ നേതൃത്വം ആകെ ആ പ്രദേശത്തെ ഇടതുപക്ഷ പ്രവർത്തകരെ ആക്രമണത്തിന്റെ ഭാഗമാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നല്ല കരുതലും ജാഗ്രതയും എടുത്ത ഘട്ടത്തിൽ ഇവരുടെ പദ്ധതികളാകെ പാളിപ്പോകുന്നതിന്റെ അനുഭവം ഉണ്ടായി. അങ്ങനെ പാളിപ്പോയതിന്റെ അനുഭവത്തിലാണ് തുടർച്ചയിൽ ഇവരുടെ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ട ഏറ്റവും ഒടുവിൽ പോലീസിനെ ആക്രമിക്കുന്നതിന് വേണ്ടി, പോലീസിന്റെ മെക്കിട്ട് കയറുന്നതിന് വേണ്ടി ആ നിലയിൽ പോലീസുമായി ഒരു അക്രമം ഉണ്ടാക്കി. പിന്നെ എങ്ങനെ പറയണം, ഞാൻ നമ്മുടെ പാർട്ടിയുടെ ഇമേജ് വർദ്ധിപ്പിക്കാൻ വേണ്ടി ആലോചിക്കും. അത്തരത്തിലൊരു സീൻ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി അടക്കം ഇവർ ശ്രമം നടത്തിയിട്ടുള്ളത് വളരെ ആസൂത്രിതമായ വലിയ ഗൂഢാലോചന ഇതിന്റെ പുറകിലുണ്ട്. ഇങ്ങനെയൊക്കെ ന്യായീകരിക്കാൻ സാമാന്യമായ തൊലിക്കട്ടിയൊന്നും പോരാ എന്നത് കേരളത്തിന്റെ പൊതുസമൂഹം തിരിച്ചറിയുന്നുണ്ട്. ആവട്ടെ, ഈ
ഇത് രാത്രിയല്ല പകലാണെന്ന് പറഞ്ഞാൽ ഇത് പകലാണെന്ന് പറഞ്ഞ് കൈയടിക്കാൻ കുറെ ആളുകൾ ഉണ്ടാകും. അത് കേരളത്തിലെ ഭക്ഷണം കഴിക്കുന്ന മലയാളികളല്ല, അത് ഇവരുടെ ന്യായീകരണ തൊഴിലാളികളാണ് എന്നുള്ള തിരിച്ചറിവൊക്കെ അദ്ദേഹത്തിന് ഉണ്ടാകട്ടെ. എന്താ ആ പ്രതീക്ഷയും പേരാമ്പ്രയിലെ CKG കോളേജ് ഗവൺമെന്റ് കോളേജാണ്. ആ CKG കോളേജിൽ 40 വർഷങ്ങൾക്ക് ഇപ്പുറത്ത് ഫർസിൻ അഹമ്മദ് എന്ന് പറയുന്ന UDSF പാനലിൽ മത്സരിച്ച ചെറുപ്പക്കാരൻ ചെയർമാനായി വിജയിക്കുന്നു. ഏതാണ്ട് ഇതുവരെ കഴിഞ്ഞ കുറെ വർഷങ്ങളായി സീറ്റുകൾ വിജയിക്കാൻ സാധിക്കാത്തിടത്ത് 5ഓളം സീറ്റുകളിൽ UDSF പാനലിലുള്ള മത്സരാർത്ഥികൾ വിജയിക്കുകയാണ്. ആ കുട്ടികളെ കോളേജിൽ നിന്ന് പുറത്തിറങ്ങാൻ പോലും സമ്മതിക്കാതെ അവരെ ആക്രമിക്കാനും ആ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനും വേണ്ടിയുള്ള ശ്രമങ്ങൾ അത് കോളേജിനകത്തുള്ള CPM-ന്റെ പ്രവർത്തകർ മാത്രമല്ല. CPM-ന്റെ പ്രവർത്തകർ എന്ന് പറഞ്ഞാൽ അവരുടെ ചില അധ്യാപക സംഘടനാ നേതാക്കളോ അവരുടെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകരോ മാത്രമല്ല, പുറത്തു നിന്നുള്ള DYFI-ക്കാരും CPM-കാരും പോവാണ് അങ്ങോട്ട്. അങ്ങോട്ട് പോയി ആ ജനാധിപത്യ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷെ അവിടെ ഉള്ളിലുള്ള വിദ്യാർത്ഥികൾ ജനാധിപത്യ രീതിയിൽ ചെറുത്തു നിന്ന് അവർക്ക് റിസൾട്ട് പബ്ലിഷ് ചെയ്യേണ്ടി വന്നു. റിസൾട്ട് പബ്ലിഷ് ചെയ്തപ്പോ SFI കോട്ടകുത്തകം പോലെ കൊണ്ടു നടന്ന പേരാമ്പ്രയിലെ CKG കോളേജ് 4 പതിറ്റാണ്ട് 40 വർഷക്കാലത്തിനിപ്പുറത്ത് UDSF-ന്റെ ചെയർമാൻ വിജയിക്കുന്ന കാഴ്ച കണ്ടു. അതിൽ അസ്വസ്ഥരായി അവിടെ പേരാമ്പ്ര അന്ന് 9-ാം തീയതി വൈകിട്ട് ഈ CPM ക്രിമിനലുകൾ ഉണ്ടാക്കി അക്രമം ചെറുതല്ല. പല മേഖലകളിൽ നിന്ന് പല ആളുകളുടെ നേതൃത്വത്തിൽ വന്ന് വിദ്യാർത്ഥികളെയും ആ വിദ്യാർത്ഥികളുടെ സംഘടനാ പ്രവർത്തനത്തെ പിന്തുണയ്ക്കുന്നവരെയും ആക്രമിക്കാനുള്ള സമീപനങ്ങൾ സ്വീകരിച്ചു. ആ സമയത്ത് നമ്മളെന്താ സ്വാഭാവികമായിട്ട് നിയമപാലകർ എന്ന് പറയുന്ന പോലീസുകാർ അവരിൽ നിന്ന് നീതി പ്രതീക്ഷിച്ചു. അല്പം മനുഷ്യപ്പറ്റും ദയൊക്കെ ഉണ്ടാവുന്ന ഈ തൊഴിൽ നിഷിദ്ധമൊന്നുമല്ല. ഈ CPM-കാർ ആക്രമിച്ചുകൊണ്ടിരിക്കെ പോലീസുകാർ അങ്ങോട്ട് വരികയാണ്. ഈ കുട്ടികളെയും കുട്ടികൾക്ക് പിന്തുണ കൊടുക്കുന്ന ആളുകളെയും ആക്രമിക്കാൻ ഇവിടത്തെ DYSP സുനിൽ എന്ന് പറയുന്ന ക്രിമിനലിന്റെ നേതൃത്വത്തിൽ ഇവിടെ തയ്യാറായി. ഇതിനകത്ത് എന്തോ ചുറ്റിക്കളി ഉണ്ടല്ലോ. എന്ത് ചുറ്റിക്കളി? ഒരു ചുറ്റിക്കളി ഇല്ലല്ലേ? ശരി. അന്ന് 9-ാം തീയതിയിൽ അക്രമം നടക്കുകയാണ്. 9-ാം തീയതിയിൽ ഒരു രീതിയിലും ന്യായീകരിക്കാൻ കഴിയാത്ത രീതിയിലുള്ള അക്രമം പേരാമ്പ്രയിൽ കണ്ടു. ന്യായമാണെന്ന് തോന്നുന്നുണ്ടോ? നേരത്തെ അദ്ദേഹം പറഞ്ഞു, ആർഷോ പറഞ്ഞു, പഞ്ചായത്ത് പ്രസിഡന്റ് പ്രമോദിന് അടികിട്ടി. ഞങ്ങൾ പറയാം, നിങ്ങൾ ഒരു വിഷ്വൽ കാണിക്കും. പ്രമോദിന് ഇന്നലെ ഹർത്താലുമായി ബന്ധപ്പെട്ട പ്രമോദിന് ഒരു പരിക്ക് പറ്റിയ എന്തെങ്കിലും വിഷ്വൽ കാണിച്ചാൽ ഞങ്ങൾ അംഗീകരിക്കാം. മറിച്ച് ഞാനൊരു വിഷ്വൽ നിങ്ങൾക്ക് കാണിക്കാം. അതെന്തിനാടാ? പുതിയ പാരയായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എന്റെ ആർഷോ, ഞങ്ങൾ ഈ മനുഷ്യരൊക്കെ ജീവിക്കുന്നത് ഗീബൽസിന്റെ കാലത്തല്ല, അതൊക്കെ കഴിഞ്ഞു പോയെന്നേ. നിങ്ങൾ ഈ ആടിനെ പട്ടിയാക്കാൻ നിങ്ങൾക്കുള്ള ശേഷിയൊക്കെ ജനം തിരിച്ചറിഞ്ഞു തുടങ്ങി. ഞാൻ ഒരു വിഷ്വൽ കാണിക്കാം. ഇത് ഇന്നലെ പേരാമ്പ്ര പഞ്ചായത്തിൽ നേരത്തെ ആർഷോ പറഞ്ഞ പ്രമോദ് എന്ന് പറയുന്ന പേരാമ്പ്ര പഞ്ചായത്തിലെ പഞ്ചായത്ത് പ്രസിഡന്റ് അവിടെ പ്രതിഷേധിക്കാൻ, ജനാധിപത്യ രീതിയിൽ സമരത്തിന്റെ ഭാഗമായി പ്രതിഷേധിക്കാൻ വന്ന ആളുകളെ ആക്രമിക്കുന്ന വിഷ്വൽ എന്തായി? ഇതാണ് പറഞ്ഞത്. പ്രമോദിനെ ഭീകരമായി ആക്രമിച്ചു. ഇന്ന് ജനങ്ങൾക്കിടയിൽ ഇവിടത്തെ CPM കൊള്ളക്കാരുടെ, കള്ളന്മാരുടെ, തട്ടിപ്പുകാരുടെ നിയന്ത്രണത്തിലാണ് എന്ന് പേരാമ്പ്രയിലെ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റിന് ജനങ്ങൾക്കിടയിൽ മുഖം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിനെ മറച്ചു വെക്കാൻ CPM-ന്റെ എല്ലാ ഗുണ്ടാ പ്രവർത്തകരെയും ഒന്നിപ്പിക്കാൻ വേണ്ടി ഇവർ വ്യാജമായ ഒരു പ്രചരണം നടത്തി. എല്ലാം ഇയാൾക്കറിയാം. ശരിയല്ലടോ? അതെ അതെ ശരിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, പേരാമ്പ്രയിലെ DYSP ആയിട്ടുള്ള സുനിലിന്റെ നേതൃത്വത്തിൽ, അതേപോലെ തന്നെ വടകരയിലെ DYSP ആയിട്ടുള്ള ഹരിപ്രസാദിന്റെ നേതൃത്വത്തിൽ ഒരു കൂട്ടം ക്രിമിനൽ സംഘങ്ങൾ വരികയാണ്. ഞാൻ അപ്പോഴേ പറഞ്ഞോട് ഇതൊന്നും ഇന്നലെ സമരം ചെയ്യാൻ, പ്രകടനം നടത്താൻ അനുവദിച്ചില്ല. എന്താ കാര്യം എന്നറിയോ? അവിടെ ഒരു 50ഓളം വരുന്ന CPM ഗുണ്ടകളുണ്ട്. CPM ഗുണ്ടകൾ ബസ് സ്റ്റാൻഡിന്റെ അടുത്ത് തമ്പടിച്ചിട്ടുണ്ട്. CPM-കാരുടെ കയ്യിൽ ആയുധങ്ങളുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അങ്ങോട്ട് പോകരുതെന്ന് പറഞ്ഞ് ഈ നാണം കെട്ട എന്ന് പറയുന്നവൻ അവിടെ തടയാണ്. തടയുക മാത്രമല്ല, അപ്പൊ ഇതറിഞ്ഞു വരുന്ന ഷാഫി പറമ്പിൽ MP-യെ, DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് K പ്രവീൺകുമാർ അടക്കമുള്ള ആളുകളോട് നിങ്ങൾ പ്രകടനം നടത്താൻ പാടില്ല, നിങ്ങൾ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകണം എന്ന് പറഞ്ഞ് CPM-ന്റെ പണി ഇവിടെ പോലീസ് എടുക്കുക. അതൊക്കെ അങ്ങ് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇതെന്താ പിണറായി വിജയന് അല്ലെങ്കിൽ CPM-കാർക്ക് സ്ത്രീധനം കിട്ടിയാണോ ഈ നാടൊക്കെ? ഒരു നാട് ഭരിക്കാൻ വലിയ കഴിവൊന്നും വേണ്ട, പക്ഷെ ഒരു നാട് മുടിക്കാൻ കഴിവ് വേണം. ഒരു 6 ഇഞ്ച് നീങ്ങി
ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട് ഈ സ്വിച്ചിന്റെ കാര്യമാണ്. ചുവന്ന സ്വിച്ച് അമർത്തിയോ? അമർത്തി. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഇതൊക്കെ എന്ത് അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി.